ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഞാൻ നവീൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫുക്കീൻ ടീ ട്രീ ആണ്. ഇതിന് കാർമോണ എന്നും ഒരു പേരുണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ ഇതൊരു മാമി ബോൺസായി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ചില കട്ടിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്ത് ഇതിനെ ഒരു മാമി ബോൺസായിയുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഒരു 5 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിന്. ഇതിന് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഷേപ്പ് നമ്മൾ ഓൾറെഡി ഒന്നും ചെയ്യാതെ തന്നെ നാച്ചുറലി ഉണ്ടായി വന്നൊരു ഷേപ്പാണിത്. ആകെ ഞാൻ ഇതിനു വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു റോക്കിൻ്റെ മേളിൽ വെച്ച് വളർത്തി എന്നുള്ളതാണ്. മറ്റെല്ലാം ഈ പ്ലാന്റ് തന്നെ അച്ചീവ് ചെയ്ത ഷേപ്സ് ആണ്. ശരിക്കും ഞാൻ ആദ്യം നമ്മുടെ ഈ പ്ലാന്റ് ഒരു ഗ്രോയിങ് കവറിൽ വെച്ചിട്ട്, ഒരു ചെറിയൊരു കവറിൽ വെച്ചിട്ട് വളർത്തുവാണ് ആദ്യം ചെയ്തത്. അപ്പം ഇതിൻ്റെ റൂട്ട്സ് നന്നായിട്ട് താഴേക്ക് തന്നെ വളർന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു റോക്കിൻ്റെ മേളിലേക്ക് പ്ലാന്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. സോ ഇതിപ്പം നമ്മളൊരു മാമി ബോൺസായി ആയിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മണ്ണും മറ്റും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ പ്ലാന്റ് ഒന്ന് സ്ട്രോങ് ആയി വളർന്നു വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും മണ്ണിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ പ്ലാന്റ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആയി, സ്റ്റെമ്മിന് കുറച്ചുകൂടെ തിക്നെസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഒരു മാമി ബോൺസായിക്ക് അനുസൃതമായ പോട്ടിലേക്ക് മാറ്റും. ഈ പ്ലാന്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമുക്കൊരു ഇൻഡോർ ബോൺസായി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിൽ ചെറിയ വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാവും. അതേപോലെ ഗ്രീൻ ബെറീസ്, അത് പഴുക്കുമ്പോഴത്തേക്ക് ചുമന്ന കളറിലേക്ക് വരുന്ന ബെറീസും ഉണ്ടാവും, ഫ്രൂട്ട്സ്. അത് കാണാൻ തന്നെ ഭംഗിയാണ്. ഒരു ജിമിക്കി കിടക്കുന്നത് പോലെയാണ് ഇതിന് ഫ്രൂട്ട്സ് വരിക. അതേപോലെ ഇതിൻ്റെ പൂവും ഒരു വൈറ്റ് പൂവ്, ഒരു ഏകദേശം നമ്മുടെ മുളക് ചെടിയൊക്കെ പൂക്കുമ്പോഴുള്ള ഒരു പൂവില്ലേ, അതേപോലത്തെ ചെറിയ 2-3 പൂവ് ഓരോ മുട്ടിലും 2-3 പൂവായിട്ട് വരും. അത് വർഷത്തിൽ പല തവണയായിട്ട് വരും. കാണാൻ അതുകൊണ്ട് നല്ല ഭംഗിയാണ്. അതേപോലെ ഇതിൻ്റെ ലീവ്സ് ആണെങ്കിലും നല്ല ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് വരും. സോ എന്തുകൊണ്ടും ഇതൊരു മാമി ബോൺസായി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മിനി ബോൺസായി, ഒരു 10-20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബോൺസായി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന പ്ലാന്റ് ആണ്. ഏകദേശം നമ്മൾ ആവശ്യമുള്ള പ്രൂണിങ് എല്ലാം ചെയ്തിരിക്കുവാണ്. ഒരുപാട് കട്ടിംഗ് ഒന്നും ചെയ്യാനില്ല. കുറച്ച് ബ്രാഞ്ചസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒരു മാമി ബോൺസായി, ഈ ഒരു ഷേപ്പിലുള്ള ബോൺസായിക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു വളരെ ചെറിയ വയറിംഗ് ആണ്. അതായത് ഇതിൻ്റെ മെയിൻ ട്രങ്ക് നമുക്കൊന്ന് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളൊരു വയറിംഗ്. അതും വളരെ ചെറിയ തിക്നെസ്സിലുള്ള അലുമിനിയം കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ വയർ ചെയ്യുന്നത്. അപ്പം അറിയാമല്ലോ, നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു അതായത് ആ ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിപ്പം എടുത്തിരിക്കുന്നത് മെയിൻ ട്രങ്ക് ആണല്ലോ, ആ ട്രങ്കിൻ്റെ ഒരു കനമനുസരിച്ച് ഉള്ള ഒരു അലുമിനിയം വയറാണ് നമ്മൾ യൂസ് ചെയ്ത് ഇതിനെ വയർ ചെയ്തെടുക്കുന്നത്. നമുക്കത് വയർ ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആ പ്ലാന്റിനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് അതിൻ്റെ മിനിയേച്ചർ സൈസ് ഒന്ന് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഇറക്റ്റായിട്ട്, അതായത് നേരെ നിർത്തുമ്പോൾ ഏകദേശം 10 സെൻറ്റിമീറ്ററോളം ഇതിന് ഹൈറ്റ് ഉണ്ട്. നമ്മളിതിനെ ഒരു സ്ലാൻഡിങ് സ്റ്റൈലിൽ റൂട്ട് ഓവർ ദ റോക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളതിനെ ഒന്ന് സ്ലാൻഡ് ചെയ്യിപ്പിച്ച് ഒന്ന് കർവ് ഒക്കെ ചെയ്ത് അതിന് ഏറ്റവും ഭംഗി വരുന്നത് എങ്ങനെയാണോ ആ ഷേപ്പിലേക്ക് നമ്മളതൊന്ന് കൊണ്ടുവരുന്നതാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പ് ഇപ്പോൾ ഈ കാണുന്നതാണ്. ഒരു കർവ്ഡായിട്ട് അത് പോയ അതെങ്ങനെയാണോ നാച്ചുറലായിട്ട് കിളിച്ച് വന്നത് അതേ ഡയറക്ഷനിലേക്ക് തന്നെ എന്നാലൊന്ന് കർവ് ചെയ്ത് വിട്ടുകൊണ്ട് നമ്മൾ വെക്കുവാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. റോക്കിൻ്റെ മുകളിൽ 3 ഭാഗത്തേക്കായിട്ടാണ് ഇപ്പം അതിൻ്റെ റൂട്ട്സ് പോയിരിക്കുന്നത്. നമുക്ക് കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക്
ഇട്ട് കൊടുക്കാമെങ്കിൽ, അതായത് ആ റോക്കിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന പോലെയും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടെ റൂട്ട്സ് പെട്ടെന്ന് വളരുകയും അതേപോലെ കൂടുതൽ റൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ഇപ്പം 3 റൂട്ട് ആണല്ലോ ഉള്ളത്. കുറച്ചുകൂടി റൂട്ട് ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ച് റൂട്ട് സെലക്റ്റീവായിട്ട് എടുത്തിട്ട് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അത് പ്രൂൺ ചെയ്ത് മാറ്റുകയും ചെയ്യാം, ആവശ്യമില്ലാത്ത റൂട്ട്സ്. അപ്പം ഞാൻ ഇതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മൾ റൂട്ട് ഓവർ ദ റോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ റൂട്ട്സ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള റോക്ക് നമ്മൾ കണ്ടെത്തി സെലക്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടിയത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ശരിക്കും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു കല്ല് ഗാർഡനിൽ നിന്നോ ഒന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല. എനിക്കിവിടെ തന്നെ വെട്ടുകല്ല് അവൈലബിൾ ആയിരുന്നു. അപ്പം ആ വെട്ടുകല്ലിൽ ഒരു നല്ല ഷേപ്പുള്ളൊരു കല്ല് നോക്കി ഞാൻ എടുത്ത് ഈ പ്ലാന്റിന് ആപ്റ്റ് ആവുന്ന എന്ന് എനിക്ക് തോന്നിയ കല്ലെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഇനി കുറച്ച് നാളാവുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ് പ്രോപ്പർലി ഈ റോക്കിൻ്റെ മുകളിലേക്ക് പിടിക്കും. അപ്പം നന്നായി പിടിച്ച ശേഷം നമ്മൾ ഈ നന്നായി റൂട്ട്സും വന്നതിന് ശേഷം നമ്മൾ ഈ റോക്കോട് കൂടി ഇതിൽ നിന്നെടുത്ത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു മാമി ബോൺസായിക്ക് ആവശ്യമുള്ളൊരു പോട്ടിലേക്ക് നടുകയാണ് വേണ്ടിയത്. അപ്പോൾ അതുവരെ ഈ പ്ലാന്റിന് നല്ലൊരു ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ച് ഈ റൂട്ടും നന്നായി ഒന്ന് ഫോം ചെയ്ത് വരിക, അതേപോലെ ഇതിൻ്റെ മെയിൻ ട്രങ്കിന് കുറച്ചുകൂടി തിക്നെസ് വരിക, അതുവരെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെ വെച്ച്. പിന്നെ ഈ പ്ലാന്റിന് വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം വെള്ളം ഈ പ്ലാന്റിന് ആവശ്യമില്ല. നോർമലി നമ്മൾ കൊടുക്കുന്ന വെള്ളം തന്നെ ധാരാളമായിരിക്കും. മണ്ണിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുക, ഒഴിച്ചു കൊടുക്കുക, അത്ര തന്നെ ആവശ്യം വരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്.